എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് സോറി പറയാൻ വൈകി പോയി എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവിൽ അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അത് ഒരിക്കലും ഞാൻ ന്യായീകരിക്കല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീകൾ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു കോമാളി ചെക്കന്റെ വായിന്ന് പിന്നെ നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത്? അവന്റെ 12ാമത്തെ വയസ്സിലും ചന്ദ്രനിൽ പോയ കഥയെക്കുറിച്ച് ചോദിച്ചറിയാനാണോ നിങ്ങൾ സ്റ്റുഡിയോയിൽ വിളിച്ചു വരുത്തിയത്? അല്ലല്ലോ. അവന്റെ കയ്യിൽ കുറച്ച് വിവരക്കേടുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടത് അത് തന്നെയാണ്. അവന്റെ വായിന്ന് എന്തെങ്കിലും കേൾക്കണം, ആ ഒരു വീഡിയോ വിവാദത്തിലോട്ട് പോകണം, കുറെ ആൾക്കാർ അത് കാണണം, കുറച്ച് ആൾക്കാർ അതിനെതിരെ സംസാരിക്കണം. ഏതാണ് ഈ അവതാരിക, ഏതാണ് ഈ വെറൈറ്റി ചാനൽ? ആ പ്ലാനൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നിങ്ങളുണ്ടാക്കിയ സ്ക്രിപ്റ്റ്, നിങ്ങളുണ്ടാക്കിയ ഒരു വിവാദം, അതിന് ഞങ്ങളടുത്ത് വന്ന് സോറി പറഞ്ഞിട്ട് എന്ത് കാര്യമായിരിക്കും? പിന്നെ ഇയാൾ പറഞ്ഞില്ലേ 10-100 പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന്. അത് വെറും കോമാളികളല്ലേ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ മഹാമാരിയെന്നല്ലല്ലോ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തത്. അതുകൊണ്ട് നീ ഇപ്പൊ സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം നീ ഇപ്പൊ ചെയ്ത കാര്യത്തിന് ഒരു 2 ദിവസത്തെ ആഴ്ചയേ ഉള്ളൂ. ചിലപ്പോൾ